കൊടിമര പുനഃപ്രതിഷ്ഠയിൽ 27 ഭക്തർ സംഭാവന നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും കോടതി ഉത്തരവ്. ഷപ്ന വിശദാംശങ്ങളുമായിട്ടുണ്ട്. ഷപ്ന, അങ്ങനെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി? സേതു, രാവിലെ കോടതി ഇത് പരിഗണിച്ചെങ്കിലും ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇതിൽ പറയുന്നത് 27 ഭക്തരാണ് ഇത്തരത്തിൽ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകിയിരുന്നത് എന്ന് പറയുന്നു. ശബരിമല വിജിലൻസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് കോടതി സ്റ്റേറ്റ് വിജിലൻസിനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. ശബരിമല വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് 9 കിലോ സ്വർണം കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ബാക്കി ഭക്തർ നൽകിയ സ്വർണത്തെക്കുറിച്ച് ഒരിടത്തും രേഖപ്പെടുത്തിയിരുന്നില്ല, കൃത്യമായി മാസർ ഇല്ല, അതിൽ വ്യക്തതയില്ല എന്നതായിരുന്നു. ഇത് മൂലമാണ് സ്റ്റേറ്റ് വിജിലൻസിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ 27 ഭക്തർ ഇത്തരത്തിൽ സ്വർണം നൽകിയിരുന്നു. എന്നാൽ അവർ നൽകിയ സ്വർണവും അതോടൊപ്പം തന്നെ 9 കിലോ സ്വർണം വാങ്ങിയതും ഇത്രയും സ്വർണം ആവശ്യമായി വന്നിരുന്നില്ല. ഇതിൽ കണക്കുകളിൽ വ്യത്യാസമുണ്ട്. ഇത് സംബന്ധിച്ച് അഴിമതി നിരോധന നിയമപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് കോടതി ഉത്തരവ്. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ ഇപ്പോൾ സ്റ്റേറ്റ് വിജിലൻസിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷണം 30 ദിവസം മുമ്പ് പൂർത്തിയാക്കണം. ശബരിമലയിലെ മാസർ, അതായത് 2017 മാസർ അടക്കമുള്ള രേഖകൾ ഈ സ്റ്റേറ്റ് വിജിലൻസിന് കൈമാറണം എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഷപ്ന, ഇതിലിപ്പം 9 കിലോ 573 ഗ്രാം സ്വർണം ശേഖരിച്ചു. ഭക്തർ 412 ഗ്രാം സ്വർണം നൽകി. സിനിമാ താരങ്ങൾ അടക്കം ഇതിൽ സ്വർണം നൽകിയിട്ടുണ്ട്. അതായത് 2017 ജൂൺ മാസത്തിൽ സിനിമാ താരം നൽകിയത് 80.490 ഗ്രാം സ്വർണം എന്നാണ്. അതായത് ഇതിന്റെ വ്യാപ്തി ഭയങ്കര വലുതല്ലേ? തീർച്ചയായും. കാരണം ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഈ ശബരിമല വിജിലൻസ് പറഞ്ഞിരുന്നു, സിനിമാ താരങ്ങൾ അടക്കമുള്ള ഭക്തർ നിരവധി ആളുകൾ ഇത്തരത്തിൽ സ്വർണം നൽകിയിട്ടുണ്ട്. ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സ്വർണവും അതോടൊപ്പം തന്നെ പണവുമായി സംഭാവന നൽകിയിരുന്നു. അവർക്ക് കൃത്യമായി രസീതുകൾ അല്ലെങ്കിൽ അതിൽ രേഖകളിലില്ലാതെ രസീതുകൾ നൽകാതെയാണ് ഈ സ്വർണം കൈപ്പറ്റിയത്. അഡ്വക്കേറ്റ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് കമ്മീഷന് ആണ് ചിലരൊക്കെ ഈ ഭക്തർ ഈ സിനിമാ താരങ്ങളടക്കം ഇത്തരത്തിൽ സ്വർണം നൽകിയത്. അതായത് അഡ്വക്കേറ്റ് കമ്മീഷൻ മുഖേന ശബരിമലയിലേക്ക് കൊടുക്കാൻ വേണ്ടി ആ രീതിയിൽ കൈമാറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൃത്യമായ രേഖകളില്ല എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് വിജിലൻസിനോട് അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുള്ളത്. മാസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് മാത്രം കൃത്യമായ രേഖകളുണ്ട്. ഈ 9 കിലോ സ്വർണം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അധികം പോകുന്നില്ല, അല്ലെങ്കിൽ ഈ രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി തന്നെ പറയുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഈ സംഭാവന നൽകിയവരുടെ മൊഴി എടുക്കണമെന്നും എന്നടക്കം ഇപ്പൊ കോടതി പറയുന്ന സ്ഥിതിക്ക് SIT അപ്പൊ ഇനി വീണ്ടും ഇവരെല്ലാം കണ്ടുപിടിച്ച് വീണ്ടും അന്വേഷണം നടത്തേണ്ടി വരില്ലേ? സേതു, ഈ കേസ് ഇപ്പോൾ സ്റ്റേറ്റ് വിജിലൻസിനോടാണ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന അന്വേഷണം എന്ന രീതിയിൽ സംസ്ഥാന വിജിലൻസിനോട് 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ സംസ്ഥാന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ താരങ്ങളെ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കേണ്ടി വരും. കാരണം അന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 27 പേരാണ് ഇത്തരത്തിൽ സംഭാവന നൽകിയത് എന്ന് പറയുന്നുണ്ട്. ഈ 27 ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുകയും അവർ നൽകിയ സംഭാവനയുടെ കണക്കും അതോടൊപ്പം തന്നെ കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് ശബരിമലയിലേക്ക് വാങ്ങിയ സ്വർണത്തിൻ്റെ കണക്ക്, ഇത് ആവശ്യം കൊടിമരത്തിന് എത്ര സ്വർണം ആവശ്യം വന്നു എന്നത് സംബന്ധിച്ച് ഒരു താരതമ്യം ഒക്കെ വിജിലൻസ് ആയിരിക്കും നടത്തുക. ഏതായാലും ഈ കാലഘട്ടത്തിൽ, അതായത് 2017 എന്ന് പറയുമ്പോൾ UDFൻ്റെ ഭരണസമിതിയുള്ള കാലഘട്ടമാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ പ്രസിഡൻ്റായി ഒക്കെ ഇരിക്കുന്ന സമയത്തുള്ള ഒരു അന്വേഷണമാണ്. അതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. ഏതായാലും ഓക്കെ ഷപ്ന, ശരി.